ഹായ് മക്കളെ, CH പ്രതിഭ ക്വിസ് സീസൺ 6 സ്കൂൾ തലം LP വിഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ഇത് UP വിഭാഗക്കാർക്കും ഹൈസ്കൂൾ വിഭാഗക്കാർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. അപ്പോൾ നിങ്ങൾ LP വിഭാഗം എന്ന് വെച്ചിട്ട് നോക്കാതിരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കേട്ടോളൂ. വയനാട് ഉരുൾപൊട്ടൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യം നിർമ്മിച്ച പാലത്തിൻ്റെ പേര് എന്താണ്? വയനാട് ഉരുൾപൊട്ടൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യം നിർമ്മിച്ച പാലത്തിൻ്റെ പേര്. ഉത്തരം ബെയിലി പാലം. ചോദ്യം 2. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഷെയ്ഖ് ഹസീന. ചോദ്യം 3. പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിന് ഇന്ത്യൻ പതാക ഏന്തിയ മലയാളിയായ ഹോക്കി കളിക്കാരൻ. പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിന് ഇന്ത്യൻ പതാക ഏന്തിയ മലയാളി ഹോക്കി താരം ആരാണ്? ഉത്തരം PR ശ്രീജേഷ്. ചോദ്യം 4. കേരളത്തിൽ 2 തവണ ഉപമുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? കേരളത്തിൽ 2 തവണ ഉപമുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? ഉത്തരം CH മുഹമ്മദ് കോയ. ചോദ്യം 5. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഡു ഓർ ഡൈ. ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ചോദ്യം 6. 55 ഒന്നുകളും 55 നൂറുകളും ചേർന്ന സംഖ്യ ഏതാണ്? 55 നൂറ് പറഞ്ഞ 55 ഒന്നുകൾ പറഞ്ഞ 55 തന്നെയാണ്. 1 1 1, 2 1 2, 10 ഒന്ന് ചേർന്നാൽ 10 രൂപ. അങ്ങനെ 55 ഒന്ന് പറഞ്ഞാലോ 55 രൂപ. അതിൽ കൂടെ 55 നൂറ്, 1 100 100, 5 100 500, 10 100 1000. അതിൽ 55 നൂറ് പറഞ്ഞാൽ 5500. അപ്പോൾ രണ്ടും കൂടി ചേർന്നാൽ എത്രയായി? 5555. 7. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അറേബ്യൻ സീ അഥവാ അറബിക്കടൽ. ചോദ്യം 8. ഭാരതത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഭാരതത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം കൊച്ചി. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ്? സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഉത്തരം ചെങ്കോട്ട. ചോദ്യം 10. ചോദ്യം. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? ഉത്തരം കരിമീൻ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. ഇനി അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ചോദ്യം 11. സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തെയാണ് പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കുന്നത്? സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തെയാണ് പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കുന്നത്? ഉത്തരം ശുക്രൻ. ചോദ്യം 12. ഏറ്റവും ഉയരത്തിലും കനത്തിലും വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം ഏതാണ്? ഏറ്റവും ഉയരത്തിലും കനത്തിലും വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം ഏതാണ്? ഉത്തരം മുള. ഇനി നിങ്ങൾക്ക് 2 ചോദ്യം ഞാൻ തരാം. ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? ഏറ്റവും ചെറിയ പുഷ്പം ഏതാണ്? അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ചോദ്യം 13. ബാല്യകാലസഖി എന്ന നോവൽ രചിച്ചത് ആരാണ്? ബാല്യകാലസഖി എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ചോദ്യം 14. തിമിരം എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? തിമിരം എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഉത്തരം കണ്ണ്.
ചോദ്യം 15. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഇല. ചോദ്യം 16. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ചോദ്യം 17. ഒരു ടൺ എത്ര കിലോഗ്രാമാണ്? ഒരു ടൺ എത്ര കിലോഗ്രാമാണ്? ഉത്തരം 1000. ചോദ്യം 18. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ചത് ഏത് നഗരത്തിലായിരുന്നു? ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ചത് ഏത് നഗരത്തിലായിരുന്നു? ഉത്തരം ഹിരോഷിമ. അമേരിക്കയാണ് അണുബോംബ് വർഷിച്ചത്. അതുപോലെ തന്നെ ആഗസ്റ്റ് 6-നായിരുന്നു അണുബോംബ് വർഷിച്ചത്. ചോദ്യം 19. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ജാഥാഗാനമായ വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത് ആര്? വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം അംശി നാരായണപിള്ള. ഉപ്പു സത്യാഗ്രഹം നടന്നത് എന്നാണെന്നറിയില്ലേ? ഉപ്പു സത്യാഗ്രഹം നടന്നത് എന്നാണെന്നറിയില്ലേ? 1930. ചോദ്യം 20. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം ഏതു നിറത്തിലായിരിക്കും കാണുക? ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം ഏതു നിറത്തിലായിരിക്കും കാണുക? ഉത്തരം കറുപ്പ്. ഇനി ടൈ ബ്രേക്കറാണ്. ചോദ്യം 1. കീഴാർനെല്ലി എന്ന ഔഷധച്ചെടി പ്രധാനമായും ഏത് അസുഖത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു? കീഴാർനെല്ലി എന്ന ഔഷധച്ചെടി ഏത് അസുഖത്തിൻ്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം മഞ്ഞപ്പിത്തം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ചോദ്യം 2. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. 2023 മുതലാണ് ഇടുക്കി വലിയ ജില്ലയായിട്ട് മാറിയത്. അതുവരെ എറണാകുളമായിരുന്നേ. ഓക്കെ, അത് കാര്യം മറക്കണ്ട കേട്ടോ. ചോദ്യം 3. ഈ അടുത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായ ഷിരൂർ ഏത് സംസ്ഥാനത്താണ്? ഈ അടുത്തിടെ മണ്ണിടിച്ചിലുണ്ടായ ഷിരൂർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടക. ചോദ്യം 3. ഈ അടുത്തിടെ മണ്ണിടിച്ചിൽ ഉണ്ടായ ഷിരൂർ ഏത് സംസ്ഥാനത്താണ്? ഈ അടുത്തിടെ മണ്ണിടിച്ചിൽ ഉണ്ടായ ഷിരൂർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടക. 4. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോസ് ഏഞ്ചലസ് എന്ന നഗരം ഏത് രാജ്യത്താണ്? ഇതിൽ നിന്നും നിങ്ങൾക്കൊരു ചോദ്യം കിട്ടിയിട്ടില്ലേ? 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ്? ഉത്തരം ലോസ് ഏഞ്ചലസ്. പക്ഷെ ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? ആ നഗരം, ലോസ് ഏഞ്ചലസ് എന്ന നഗരം ഏത് രാജ്യത്താണ്? എന്താണ് ഉത്തരം? ഉത്തരം അമേരിക്ക. ചോദ്യം 5. കേരള സിംഹം എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? കേരള സിംഹം എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? ഉത്തരം പഴശ്ശിരാജ. ചോദ്യം 1. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത്? ഉത്തരം അരുണ ആസഫ് അലി. ചോദ്യം 2. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം? ചോദ്യം 3. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. ചോദ്യം 4. 2025 എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ഇന്ത്യ ആഘോഷിച്ചത്? ഉത്തരം 79ാമത്തെ. ചോദ്യം 5. 1 ബില്യൺ സമം 100 കോടി, അതായത് 1 ശേഷം 9 പൂജ്യങ്ങൾ വരും. ചോദ്യം 6. 2024 ഒളിമ്പിക്സ് വേദിയായ നഗരം? ഉത്തരം പാരീസ്. ചോദ്യം 7. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ചോദ്യം 8. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ സ്കൂളിൻ്റെ പേര്? ഉത്തരം വെള്ളാർമല. ചോദ്യം 9. വയനാട് ദുരന്തം ഉണ്ടായത് 2024 ജൂലൈ 30. ചോദ്യം 10. വയനാട് ജില്ലയിൽ ദുരന്തമുണ്ടായ ഗ്രാമപഞ്ചായത്ത്? ഉത്തരം മുണ്ടക്കായി. ചോദ്യം 11. പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാണ്? ഉത്തരം കുറിച്യർ. ചോദ്യം 12.
പഴശ്ശി രാജാവിൻ്റെ യുദ്ധമുറ. ഉത്തരം ഗോറില്ല യുദ്ധമുറ. ചോദ്യം 13. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ വേദി. ഉത്തരം കോഴിക്കോട് പയ്യന്നൂർ. ചോദ്യം 14. ഗാന്ധിയോടൊപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം. ഉത്തരം 78. ചോദ്യം 15. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഉത്തരം കെ കേളപ്പൻ. ഇത് അനുബന്ധ ചോദ്യങ്ങളാണ്, ചിലപ്പോൾ വരാം. അപ്പോൾ ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. അതുപോലെ പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ബൈ.